അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകുത്തിയെന്നോ അന്ന് മുതൽ എൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആരംഭിച്ചു. ഒരു കൊന്ത പോലും ചെല്ലില്ലാത്ത ആളായിരുന്നു ഇത് ഡെയിലി. അങ്ങനെ ഞാൻ ആ സ്ഥാനത്ത് ഡെയിലി കൊന്ത ചെല്ലുവാൻ തുടങ്ങി, ഇടവേളകളിലെല്ലാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഉടമ്പടിയുടേതായ ചിട്ടവട്ടങ്ങളെല്ലാം അതുപോലെ കൊണ്ടുപോകാൻ തുടങ്ങി. എനിക്കൊരു ഷോപ്പുണ്ടായിരുന്നു ഖത്തറിൽ. അത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 മാസമായിട്ട് അഡ്വർടൈസ്മെൻ്റ് ഇട്ടു. ആ ഖത്തറിലുള്ള സകല ആൾക്കാരും വന്ന് ഷോപ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് കുർബാനയ്ക്ക് ശേഷം ഞാൻ നേരെ ഷോപ്പിൽ വരും. ഞാൻ ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഷോപ്പിൻ്റെ 4 മൂലകളിലും ഇടും. ക്രിസ്മസിൻ്റെ അന്ന് പള്ളിയിൽ പോയിട്ട് ഞാൻ തിരിച്ച് വരുമ്പോൾ ഞാൻ വന്ന് ഷോപ്പിൽ വന്ന് ഇതുപോലെ 3ാമത്തെ പ്രാവശ്യം ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പോയി. ഡിസംബർ 29-ാം തീയതി ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്ക് ആ ഷോപ്പ് വാങ്ങുവാൻ താല്പര്യമുണ്ട്. ആൾ അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് വരികയും എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, ഷോപ്പ് വന്ന് കണ്ടു. പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ചോദിച്ച പൈസ ക്രെഡിറ്റായി. 31-ാം തീയതി മുതൽ ഞാൻ ഷോപ്പ് പുള്ളിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. അത് എൻ്റെ നിയോഗത്തിൽ വെച്ചിരുന്ന 1ാമത്തെ ഒരു കാര്യമായിരുന്നു. ഈശോയും മാതാവും ഒക്കെ ഒരുപാട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. സ്വപ്നത്തിൽ ദർശനങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ മുറിയിൽ എന്നും കൊന്തയെല്ലാം കയറുമ്പം എൻ്റെ അടുത്ത് ആരോ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. എൻ്റെ നാട്ടിൽ തന്നെ തൊടുപുഴയുള്ളൊരു ഫ്രണ്ടാണ്. അവന് വീക്കെൻഡ് ആകുമ്പോൾ എല്ലാ വീക്കെൻഡിൽ റൂമിൽ വരും. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കും. അന്ന് ഞങ്ങൾ മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തോടുകൂടി മദ്യപാനം നിർത്തി. എൻ്റെ സുഹൃത്ത് അതിനുശേഷം എൻ്റെ റൂമിൽ വരും. പുള്ളി തന്നെ വന്ന് മദ്യം കഴിക്കാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ദിവസം ഇരിക്കുന്ന സമയത്തെല്ലാം ഞാൻ TV സാക്ഷ്യങ്ങൾ വെക്കാറുണ്ടായിരുന്നു. ആളിത് കാണാറുണ്ടായിരുന്നു. എപ്പോഴോ പുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിട്ട് ഞാൻ കണ്ടു. സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. എൻ്റെ അടുത്ത് സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കാൻ പറയാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന അയച്ചു കൊടുക്കാൻ പറഞ്ഞു തുടങ്ങി. ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മദ്യപാനം നിർത്തി. അതിനുശേഷം ഇന്ന് വരെ ആൾ കഴിച്ചിട്ടില്ല. ഇതിലൊരു ദിവസം ഞാൻ പുള്ളീനെ എൻ്റെ കൂടുതൽ പള്ളിയിൽ വിളിച്ചു. പുള്ളി ഒരു അക്രൈസ്തനായ ആളായിരുന്നു. അപ്പം കുർബാന അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ പ്രസംഗത്തിന് സമയമായപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പോയി. അന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അന്ന് മുട്ടുകുത്തി കഴിഞ്ഞപ്പോൾ എന്തോ ജീവനുള്ള വസ്തു എൻ്റെ നാക്കിലിരുന്ന് അനങ്ങുന്നതായിട്ട് എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തു. എന്നെ അങ്ങ് വല്ലാതെ വേർക്കാൻ തുടങ്ങി. ചെറിയ ജീവനുള്ള എന്തോ ഒരു വസ്തു നാക്കിലിരുന്ന് നല്ലപോലെ മിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ അങ്ങനെ പേടിച്ച് വല്ലാതെ വേർത്തു. പെട്ടെന്ന് തന്നെ ഞാനത് വിഴുങ്ങി. 1.5 മണിക്കൂർ നേരത്തോളം എൻ്റെ നാക്ക് വട്ടത്തിൽ പൊള്ളിയ പോലൊരു ഫീലായിരുന്നു. അതിനുശേഷം പിന്നീടുള്ള ആഴ്ചകളിലെല്ലാം ആൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, ഞാനും വരുന്നു വിശുദ്ധ കുർബാനയ്ക്ക് നിന്ന്. പിന്നീടുള്ള എല്ലാ വിശുദ്ധ കുർബാനയും അവൻ എൻ്റെ കൂടുതൽ മുഴുവൻ കുർബാനയിലും പങ്കെടുക്കാറുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഇന്നിവിടെ ഉണ്ട്. അവൻ നാട്ടിൽ ലീവിന് വന്ന് ഇന്ന് വന്ന് പുതിയ ഉടമ്പടി എടുത്തിട്ടുണ്ട്.